ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡോ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് മെയ് മാസം 24-ാം തീയതിയാണ്. മൊത്തം 12ഓളം റിലീസുകളാണ് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് സർപ്രൈസ് റിലീസുകളൊക്കെ വന്നിട്ടുണ്ട്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിലൊന്നാമത്തെ സിനിമ അറ്റ്ലസ് എന്ന് പറഞ്ഞൊരു ആക്ഷൻ സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ജെനിഫർ ലോപ്പസ് ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, പിന്നെ എന്താ പറയുക, കന്നഡ ഭാഷകളിലും ഹിന്ദി ഭാഷകളിലും ഈ സിനിമ അവൈലബിൾ ആണ്. മൾട്ടി ലാംഗ്വേജിലാണ് ഈ സിനിമ വന്നിട്ടുള്ളത്. ഈ സിനിമ കണ്ടിട്ട് അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അടുത്തത് ഒരു കോമഡി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിലുള്ള ഒരു ഹിന്ദി മൂവിയാണ്. കൃതി സനോൺ, കരീന കപൂർ, തബു എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ക്രൂ എന്ന് പറഞ്ഞ സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു സീരീസ് ആണ്, ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട ഒരു സീരീസ് ആണ്. ഡോം എന്ന് പറഞ്ഞ സീരീസിന്റെ പേര് വരുന്നത്. 3ാമത്തെ സീസൺ ആണ്. ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വാണ്ടഡ് മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലാൻഡ്സ്കേപ്പ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. വല്ലവൻ വകുതദട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്. വൈറ്റ് റോസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഒരു ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ടെൻഡുകോട്ട OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് അജയ് ദേവ്ഗൺ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ഹിന്ദി മൂവിയാണ്. മൈദാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തിയേറ്ററിൽ പിന്നെ വലിയൊരു പരാജയം നേരിട്ട സിനിമയാണ് ഈ ഒരു സിനിമ. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. സിവിൽ വാർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ പിന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് ഇപ്പോൾ മുതൽ ഡേറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു സീരീസ് ആണ്. ബാഹുബലി ക്രൗൺ ഓഫ് ബ്ലഡ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു ആനിമേഷൻ സീരീസ് ആണ്. ഈ ഒരു സീരീസിന് 2 എപ്പിസോഡ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരുന്നു. ഇന്ന് ഒരു എപ്പിസോഡ് കൂടി റിലീസ് ചെയ്തിട്ടുണ്ട്. ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴിയാണ് വന്നിട്ടുള്ളത്. തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മലയാളത്തിലുള്ള സിനിമയാണ്. നമ്മുടെ ഉണ്ണിമുകുന്ദൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ജയ് ഗണേഷ് എന്ന് പറഞ്ഞ സിനിമ. ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. തിയേറ്ററിൽ പരാജയപ്പെട്ട സിനിമയാണ്. നല്ലൊരു സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഈ സിനിമ ഇപ്പോൾ മനോരമ മാക്സ് വഴി, അതുപോലെ സിംപ്ലി സൗത്ത് വഴി ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമകളൊക്കെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അടുത്തൊരു സർപ്രൈസ് റിലീസാണ്. നമ്മുടെ വിജയ് ദേവരകൊണ്ടയും മൃണാൽ താക്കൂറും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്റർ റിലീസ് ചെയ്ത തെലുങ്ക് സിനിമയായിരുന്നു ദ ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമ ആമസോൺ പ്രൈമിൽ ഇതിനു മുമ്പേ തെലുങ്ക് ഭാഷയിൽ വന്നതാണ്. പക്ഷേ ഇപ്പോൾ മലയാള ഭാഷയിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ആമസോൺ പ്രൈമിൽ ഒരു സർപ്രൈസ് ആയിട്ട് വന്നതാണ്. തിയേറ്ററിൽ ഒരു വലിയൊരു പരാജയം നേരിട്ട സിനിമയാണ്. വലിയ അട്ടർ ഫ്ലോപ്പായി മാറിയ സിനിമയാണ്. വലിയ ഹൈപ്പിൽ വന്ന സിനിമയായിരുന്നെങ്കിൽ ക്ലച്ച് പിടിച്ചില്ല എന്നല്ലേ പറയാം. പരാജയപ്പെട്ടു പോയ സിനിമയാണ് ദ ഫാമിലി സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ. മലയാളം ഡബ്ഡ് കുറച്ചൊരു മോശമാണെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പല സ്ഥലത്തും കേൾക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും കണ്ടിട്ട് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പിന്നെ സിനിമകളും സീരീസുകളാണ് ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തതായിട്ടുള്ളത്. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടത് എന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. പിന്നെ ടർബോയുടെ പിന്നെ കളക്ഷൻ, ഫസ്റ്റ് ഡേ കളക്ഷൻ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടാതെ ടർബോയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.